നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കുപ്രസിദ്ധ കുഴൽപ്പണ കവർച്ചാ സംഘത്തലവൻ കോടാലി ശ്രീധരൻ കൊരട്ടിയിൽ പിടിയിലായി. പിടികൂടാനെത്തിയ പോലീസിന് നേരെ തോക്ക് ചൂണ്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബലമായി കീഴടക്കുകയായിരുന്നു. 5 സംസ്ഥാനങ്ങളിലായി 36 കേസുകളിൽ പ്രതിയായ ശ്രീധരൻ കർണാടക പോലീസിന്റെ പിടികിട്ടാപ്പുള്ളിയാണ്. കൊടുങ്ങല്ലൂരിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. 4ാം താലപ്പൊലി നാളായ വ്യാഴാഴ്ച രാത്രിയിൽ പടിഞ്ഞാറെ നടയിലായിരുന്നു സംഭവം. ഇരു സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘട്ടനത്തിനിടെ കാര്യം തിരക്കാനെത്തിയ യുവാവിനെയാണ് ആക്രമിച്ചത്. ദയാവധത്തിന് അനുമതി തേടി കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകൻ പണം മടക്കി നൽകാൻ സാധിച്ചില്ലെങ്കിൽ ദയാവധത്തിന് അനുവദിക്കണമെന്നാണ് ജോഷിയുടെ ആവശ്യം. ദയാവധത്തിന് അനുമതി തേടി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും ജോഷി കത്തയച്ചു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനായ മന്ത്രി പി രാജീവ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ കളമശ്ശേരിയിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സമരം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. പാചകവാതക സിലിണ്ടറുകൾ കയറ്റിയ വാഹനത്തിന് തീപിടിച്ചു. ഉടൻ തന്നെ തീയണച്ചതോടെ വൻ ദുരന്തമാണ് ഒഴിവായത്. തൃശൂർ മണലി മടവാക്കരയിലാണ് സംഭവം. പാചകവാതകം വിതരണം ചെയ്യുന്ന ടെമ്പോ ഗുഡ്സ് വാഹനത്തിനാണ് തീപിടിച്ചത്. അഴീക്കോട് മുനമ്പം ഫെറിയിൽ യാത്രാ ബോട്ടുകൾ അടുക്കാൻ ജെട്ടികൾ തയ്യാറായെങ്കിലും ബോട്ടെത്താൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് സൂചന. കഴിഞ്ഞ 16 വർഷമായി ജില്ലാ പഞ്ചായത്ത് നടത്തിവരുന്ന ജങ്കാർ സർവീസാണ് ഡിസംബർ 31 മുതൽ നിർത്തിവെച്ചത്. ജങ്കാർ നിർത്തിയതോടെ തീരദേശത്ത് വലിയ യാത്രാക്ലേശമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പറവൂരിൽ ടർഫ് മൈതാനത്ത് ഫുട്ബോൾ കളിക്കുന്നതിനിടെ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. ആളന്തുരുത്ത് പാറാശ്ശേരിയിൽ വീട്ടിൽ ഷാജിയുടെ മകൻ മുഹമ്മദ് ഷമീറാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി പറവൂർ മുനമ്പൻ കവലയിലുള്ള ടർഫിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ കുഴഞ്ഞ് വീഴുകയായിരുന്നു. വയനാട്ടിൽ നിന്നും എത്തിച്ച രുദ്രൻ എന്ന പേരിട്ട ആൺകടുവയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. പുത്തൂർ ചന്ദനകുന്ന് ഐസൊലേഷൻ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന കടുവയെ സന്ദർശനത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. 1 മാസത്തിൽ മറ്റൊരു ശസ്ത്രക്രിയ കൂടി നടത്തിയാലേ പരുക്കുകൾ പൂർണ്ണമായി ഭേദമാകൂ. ചാലക്കുടി ചട്ടിക്കുളത്തെ നഗരവനവും എക്കോ പാർക്കും സഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമായി മാറുന്നു. കോടശ്ശേരി മലയുടെ താഴ്വാരമായ ചട്ടിക്കുളത്താണ് സഞ്ചാരികൾക്കും പ്രകൃതി സ്നേഹികൾക്കും പഠിതാക്കൾക്കുമായുള്ള നഗരവനം. തലവരിപ്പാറയിലെ 27 ഹെക്ടർ വനത്തിലാണ് നഗരവനവും പാർക്കും ഒരുക്കിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയുള്ള സംസ്ഥാനത്തോടുള്ള വിവേചനപരമായ നയങ്ങൾക്കെതിരെയും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യചങ്ങല തീർത്ത് പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ സ്ത്രീകളും കുട്ടികളുമടക്കം വൻ ജനാവലിയാണ് സംസ്ഥാനത്തുടനീളം മനുഷ്യചങ്ങലയുടെ ഭാഗമായത്. സമൂഹത്തിന്റെ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ചങ്ങലയുടെ ഭാഗമായി. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു.